ചരിത്രം പഠിച്ച ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി അലൈഹി. എങ്ങനെയാണ് മരിച്ചതെന്നറിയോ? ഭാരതത്തിൽ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിക്കോ അവകാശം പറയാൻ പറ്റാത്ത ധീരമായ മരണമാണ് ടിപ്പുവിൻ്റെ മരണം. ടിപ്പുവിനെ ഒറ്റുകൊടുത്തതാണ് ആര്? കൂടെ നിൽക്കുന്ന ആളുകൾ ഒറ്റുകൊടുത്തു. ബ്രിട്ടീഷുകാർക്ക് ഒറ്റുകൊടുത്തു. കാക്കാശിന് വേണ്ടി ഒറ്റുകൊടുത്ത ആളുടെ പേര് ഞാൻ മൈക്കേ പറയില്ല. ജയസിയായി ചോദിച്ചാൽ പറയാം, അത് പറഞ്ഞാൽ വർഗീയതയാവും. മൈക്കയിൽ ഞാൻ പേര് പറയില്ല, ചരിത്രത്തിലുണ്ട്. പക്ഷേ അത് മുള്ളൂർക്കര സഖാഫി പറഞ്ഞാൽ വർഗീയതയായി പോകുമോ എന്ന ഭയം കൊണ്ട് ഞാൻ ഓപ്പണായി പറയുന്നില്ല. ചോദിച്ചാൽ പറഞ്ഞുതരാം. അയാളെ ഒറ്റുകൊടുത്തു. ബ്രിട്ടീഷുകാർക്ക് പറഞ്ഞു കൊടുത്തു, ടിപ്പു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അരയിൽ തോക്കുണ്ടാവില്ല, ബുള്ളറ്റ് പ്രൂഫ് ഉണ്ടാവില്ല. മൈസൂർ കോട്ടയുടെ ഉള്ളിലേക്ക് ഇറച്ചു കയറി ഒരു ബ്രിട്ടീഷുകാരൻ അവന്റെ കയ്യിലുള്ള തോക്ക് കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ടിപ്പുവിന്റെ നെഞ്ചിലേക്ക് നിറയൊഴിച്ചു. സുബ്ഹാനല്ലാഹ്. വെടിയേറ്റു ടിപ്പു സുൽത്താൻ ഒരു കൈ കൊണ്ട് നെഞ്ചു പിടിച്ച് എഴുന്നേൽക്കുകയാണ്. ചോരങ്ങനെ കയ്യിന്റെ ഉള്ളിലൂടെ ഒഴുകി ഒഴുകി വീഴുകയാണ്. ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ വെടിവെച്ച ബ്രിട്ടീഷുകാരന്റെ നേർക്ക് നിന്ന് നോക്കുകയാണ്, ഒന്ന് ചിരിച്ചു. എന്നിട്ട് മരണവേദന കൊണ്ട് പൊളയുന്ന ടിപ്പു ചിരിച്ചിട്ട് പറയാണ്, പ്ലീസ് കം, പ്ലീസ് കം, പ്ലീസ് കം, അടുത്തു വരണം. ആ പടയാളി ഞെട്ടുകയാണ്. വെടിവെച്ചവനെ സ്നേഹം കൊണ്ട് വിളിക്കുന്നവനാണോ ടിപ്പു? ടിപ്പു പറയാണ്, എൻ്റെ അവസാനത്തൊരാഗ്രഹമുണ്ട്. എന്നെ വെടിവെച്ചവന് എൻ്റെ അരയിൽ കിടക്കുന്ന സ്വർണത്തിൻ്റെ പിടിവാളുള്ള വാള് കൊടുക്കാമെന്ന്. എൻ്റെ ബാപ്പ ഹൈദരലി തന്ന വാളാണ് ഈ വാള്. ഈ വാള് എന്നെ വെടിവെച്ചവനുള്ള കോംപ്ലിമെന്റാണ്. മൈസൂർ സിംഹം എന്നറിയപ്പെട്ട എന്നെ എൻ്റെ കോട്ടയുടെ ഉള്ളിൽ കടന്നു വന്ന് ധൈര്യസമേതം വെടിവെക്കാൻ ധൈര്യം കാണിച്ച അത്രയും ധീരനല്ലേ നീ? പിടിച്ചോ എൻ്റെ സ്വർണത്തിൻ്റെ പിടിയുള്ള വാള് എന്ന് പറഞ്ഞപ്പോ അവൻ അതിൽ വിശ്വസിച്ചു പോയി. ആ ചതിയനായ ഇംഗ്ലീഷുകാരൻ മുന്നോട്ട് വരികയാണ് വാള് വാങ്ങിക്കാൻ. കയ്യെത്തുന്ന ദൂരത്തിലെത്തിയപ്പോൾ തൻ്റെ വലത്തെ കൈകൊണ്ട് അതാ വാളിങ്ങെടുത്തിട്ട് അടുത്ത് വന്നവന്റെ പള്ളക്കാ വാള് കുത്തിക്കേറ്റിയിട്ട് തന്നെ വെടിവെച്ച ഇംഗ്ലീഷുകാരനെ കൊന്നിട്ട് അവന്റെ തലമുറിച്ചെടുത്തിട്ട് തൻ്റെ കോട്ടയുടെ മുമ്പിൽ കൊണ്ടുപോയി വെച്ച ലോകം കണ്ട, ഇന്ത്യ കണ്ട സ്വതന്ത്ര ഭരണാധികാരിയാണ്, സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ടിപ്പു സുൽത്താൻ.